ബണ്ടി, എന്തിനാ ഇപ്പൊ പേപ്പർ റോക്കറ്റ് എന്റെ ദേഹത്തോട് വലിച്ചെറിഞ്ഞത്? ഞാൻ എപ്പോഴാ റോക്കറ്റ് എറിഞ്ഞ്? ഞാൻ എറിഞ്ഞതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? കൂട്ടുകാരെ, ഞാൻ റോക്കറ്റ് എറിഞ്ഞത് നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? ഇല്ലില്ല, ഞങ്ങൾ ആരും അത് കണ്ടില്ല. അത് ഞാനല്ല എറിഞ്ഞത്. ഞാൻ എറിയുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കണ്ടില്ല. എടാ കുട്ടിച്ചാത്തമാരെ, ഇനി നിങ്ങളുടെ കാര്യം പോക്ക. അത് ഇമിലിക്കും വീറിനും അല്ലാതെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. അകടം പകടം ആലം പാലം ഇകിടം ദികിടം ദാം ദമാദം. അയ്യോ, ഇതെന്താ? ഞാനെന്താ ചെറുതായി പോയോ? ചിണ്ടു, നീ ഇത് എന്ത് പണിയാ കാണിച്ചത്? അവനെ തിരിച്ചു വിളിക്ക്. അവൻ നിന്നെ ടീസ് ചെയ്തോണ്ടിരുന്നതല്ലേ? അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ചെല്ല്, നീ തന്നെ പോയി അവനെ തിരിച്ചു കൊണ്ടുവാ. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. റോബോബോയ് സ്യൂട്ട് ഓൺ. എനിക്കിത് എന്താ പറ്റേ? അയ്യോ, അയ്യോ, അയ്യോ അമ്മേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ, അയ്യോ രക്ഷിക്കണേ, അയ്യോ, അയ്യോ. വീർ, ആ റോബോബോ എവിടെ പോയേ? പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നത്? സ്റ്റുഡൻസ്, ഈ ആഴ്ച ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നത് ഏതു കുട്ടിയാണോ ആ കുട്ടിക്ക് സ്റ്റുഡൻസ് ഓഫ് ദി വീക്കിന്റെ ട്രോഫി കൊടുക്കുന്നതായിരിക്കും. നല്ല ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒരു തെറ്റായ ജോലി ചെയ്യാതിരിക്കുന്നതുമാണ്. മനസ്സിലായോ? ഓക്കെ. സ്റ്റുഡന്റ് ഓഫ് ദി വീക്കിന്റെ ട്രോഫി ഞാൻ തന്നെ വാങ്ങും. നിങ്ങൾ നോക്കിക്കോ. എന്റെ പ്ലാൻ കേക്കടാ. ഞാൻ ഈ വാഴപ്പഴത്തിന്റെ തൊലിയെടുത്ത് കോറിഡോറിൽ എറിയും. നിങ്ങൾ രണ്ടുപേരും അപ്പ അതുവഴി വന്നിട്ട് അതിൽ ചവിട്ടി സ്ലിപ്പായി വീഴണം. സ്ലിപ്പായി കുറേ ദൂരം പോകുന്ന പോലെ നിങ്ങൾ ആക്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ ഓടി വന്ന് നിങ്ങൾ രണ്ടുപേരും രക്ഷിക്കും. ഈ നല്ല കാര്യം ചെയ്തതിന് വേണ്ടിട്ട് എനിക്ക് സ്റ്റുഡന്റ് ഓഫ് ദി വീക്ക് ട്രോഫിയും കിട്ടുന്നതായിരിക്കും. മിസ്റ്റർ ഖഡ്കർ, എല്ലാ ഏർപ്പാടുകളും കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. എന്താ അവർക്കിപ്പോ പറ്റിയത്? ഇവരെന്താ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്നത്? ദേ, അവിടെ കോറിഡോറിന്റെ എൻഡിൽ പടിക്കെട്ടുകളാണുള്ളത്. അവരെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. കയറ് പിടിച്ചോ. വീർ, വീർ, നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മോനെ. താങ്ക് യു വീർ, താങ്ക് യു വെരി മച്ച് വീർ. താങ്ക് യു വീർ. നീ ഞങ്ങളെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ താഴെ വീണേനെ. ബണ്ടി, നീ എന്താ വീറിന് താങ്ക്സ് പറയാത്തത്? താങ്ക് യു വീർ. യു ആർ വെൽക്കം. ഇന്ന് ഞാൻ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും എന്നെ പ്രശംസിക്കും. നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ചു കേക്ക്. ഇന്നലെ ഞാനൊരു ഡോഗ് ട്രെയിനറുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ഇന്ന് അയാളുടെ ഡോഗയെ നമ്മുടെ ഗേറ്റ് വഴി അകത്തേക്ക് കയറ്റിവിടും. പിന്നെ ആ ഡോഗി എല്ലാ സ്റ്റുഡൻസിനെയും കണ്ട് കുരയ്ക്കാൻ തുടങ്ങും. അത് കടിക്കുമെന്ന് വിചാരിച്ച് എല്ലാ സ്റ്റുഡൻസും ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നീ എന്ത് ചെയ്യും ബണ്ടി? ആ ഡോഗിക്ക് ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞാലും അതിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഞാൻ അവനോട് പറയും, സ്റ്റോപ്പ് ബാർക്കിംഗ്. അപ്പോ അത് കുരയ്ക്കുന്നത് പെട്ടെന്ന് നിർത്തും. എന്നിട്ട് ഞാൻ പറയും, റൺ ഫ്രം ഹിയർ. അപ്പോ അത് പെട്ടെന്ന് തന്നെ ഓടിപ്പോവും. ഞാൻ അതിനെ ചേസ് ചെയ്യും. ആ ഡോഗി എന്നെ പേടിച്ച് ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്ന അതിന്റെ ഓണറുടെ അടുത്ത് പോവും. എല്ലാ സ്റ്റുഡൻസിനെയും ആ ഡോഗിയുടെ അടുത്ത് നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്റ്റുഡന്റ് ഓഫ് ദി വീക്ക് ട്രോഫി കിട്ടും. ഞാൻ ഡോഗ് ട്രെയിനറുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, ബണ്ടി ഹിയർ. ഹലോ ബണ്ടി, ഞാൻ ഡോഗിനെ കൊണ്ട് വന്നോണ്ടിരിക്കുക. ഞാൻ അതിനെ ഗേറ്റ് വഴി അകത്തേക്ക് വിട്ടേക്കാം. അതെല്ലാരെയും കണ്ട് കുരയ്ക്കും. എല്ലാവരെയും ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കും. അത് കണ്ട് പേടിക്കണ്ട, അതാരെയും കടിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിനക്ക് അതിനോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. നീ എന്ത് പറഞ്ഞാലും അതനുസരിക്കും. അവൻ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഓക്കെ, അതിന് വേഗം പറഞ്ഞയക്ക്. ഞാൻ പുറത്തുള്ള പ്ലേ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും. ഓഹോ,
ഈ കാർ ഒന്ന് മര്യാദക്ക് സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. ഇനി മെക്കാനിക്കിനെ എവിടെ കിട്ടും? നീ ആ ഡോഗിനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഇത് നിങ്ങളുടെ ഡോഗിയാണോ? എന്തിനാ ഇങ്ങോട്ട് അതിനെ കൊണ്ടുവന്നത്? ചിൽഡ്രൻസ്, ദേ അത് കണ്ടോ, നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡോഗിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ പോകുക. ഹേ ഡോഗ്, സ്റ്റോപ്പ് ബാർക്കിംഗ്. എന്താടാ നീ കിടന്ന് വെറുതെ കുരയ്ക്കുന്നത്? ഇനി ഞാൻ പറയുന്ന നീ കേക്ക്. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. അയ്യോ, അത് നോക്ക്, ആ ഡോഗി എന്റെ പുറകിൽ തന്നെയുണ്ട്. ഞാനാ പറയുന്നത്, അവനെ വിട്ടേക്ക്. നീ ആരാടാ? എന്നോട് ആജ്ഞാപിക്കുകയാണോ? നീ പറഞ്ഞെനിക്ക് മനസ്സിലായി. യവനെ എടുത്തിട്ട് അങ്ങ് ഓടിച്ചാലോ? ഡോഗി, വെറുതെ ദേഷ്യപ്പെടരുത്. ദേഷ്യം മനുഷ്യന് മാത്രമല്ല, ഡോഗിക്കും അത് അപകടം തന്നെയാണ്. ഇപ്പൊ കാണിച്ചുതരാടാ. ഡോഗി ആരുടെ ശത്രുവാന്ന് കാണിച്ചുതരാ. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. ഒരു എല്ല് കിട്ടി. യുവമാരെ കാര്യം വിട്ടേക്കാം. യുവമാരായിട്ട് ഞാനെന്തിനാ വഴ കൂടുന്നേ? ഞാനാ പ്ലാനിങ് മൊത്തം ചെയ്യുന്നേ, പക്ഷെ ക്രെഡിറ്റ് ഫുള്ളും ആ വീറ കൊണ്ടുപോകുന്നേ. പക്ഷെ ഈ പ്രാവശ്യം എന്റെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവും. ഞാൻ പ്രിൻസിപ്പൽ സാറിന്റെ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഡോർ അങ്ങ് ലോക്ക് ചെയ്തേക്കാം. നിങ്ങള് പ്രിൻസിപ്പൽ സാറിനോട് പോയി പറയണം, ഏതോ ഒരു കള്ളൻ നിങ്ങളുടെ ഓഫീസിൽ എന്തോ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടെന്ന്. നമ്മളുടെ വണ്ടി ആ കള്ളനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നീ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യൂല്ലേ? അപ്പൊ ശബ്ദം ഉണ്ടാക്കുമ്പോ ഞങ്ങളെല്ലാരും ഓടി വരണം അല്ലേ? അവസാനം ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പറയും, കള്ളൻ ജാലകം വഴി എസ്കേപ്പ് ആയെന്ന്. എല്ലാരും ഓരോരുടെ ബാഗ്സ് എടുത്ത് വെച്ചോ. എന്റെ ഈ പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവും. വാ വാ, വേഗം വാ, കൂടുതൽ ടൈമൊന്നുമില്ല. സാർ സാർ സാർ, ഒരു കള്ളൻ എല്ലാവരുടെയും ബാഗ് അടിച്ചു മാറ്റിയിട്ട് സാറിന്റെ ഓഫീസിലും മോഷ്ടിക്കാൻ കയറിയിരിക്കുക. വണ്ടി അവനെ കണ്ടെത്തി കള്ളനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക സാർ. ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാ? അയ്യോ, കള്ളൻ കള്ളൻ! അയ്യോ, എന്നെ വിട്. ശബ്ദം കേട്ടില്ലേ സാർ? വണ്ടി ഭയങ്കര ധൈര്യശാലിയാ. കള്ളനുമായിട്ട് അയ്യോ, ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. രക്ഷിക്കണേ, ഇത് കള്ളൻ തന്നെയാണ്. അയ്യോ അയ്യോ, ഹെൽപ്പ്. എന്താ പറ്റിയത് സാർ? വീർ, ഒരു കള്ളൻ അകത്ത് കയറി കൂടിയിട്ടുണ്ട്. അവൻ വണ്ടിയെ പിടിച്ചു വെച്ചിരിക്കുക. ഈ കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റണത്? ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, ഞാൻ റോബോ ആണ്. ഞാൻ വിചാരിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അനങ്ങി പോകരുത്. തിരിഞ്ഞു നോക്കിയാ ഞാൻ വെടിവെക്കും കേട്ടാ. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇവന്റെ കൈ എങ്ങനെയാണ് നീണ്ടത്? ഇവന്റെ കയ്യിൽ എന്തൊരു വലിപ്പാണ്! ഇവൻ ഭൂതാണ്. ഓടിക്കോ. ഇത്രയും നീളമുള്ള കാല എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്. മാറാനാണ് പറഞ്ഞത്.
എന്നെ വെറുതെ വിട്ടേക്ക്. നീ എത്ര ദൂരം ഓടും? മര്യാദക്ക് സറണ്ടർ ആയേക്ക്. ഇവൻ ശരിക്കും ഭൂതമാണ്. ഓടിക്കാടാ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ജയിലിന്റെ വാതിൽ തുറന്നിട്ടേക്ക്, ഞാൻ വരണേണ്. വീർ, മോനെ നീ ആ കള്ളനെ എങ്ങനെയാ പേടിപ്പിച്ച് ഓടിച്ചെന്ന് എനിക്കറിയില്ല. എന്നാലും മോനെ, നീ ആ കള്ളൻ സ്കൂളിലെ ക്യാഷ് മുഴുവൻ എടുത്തോണ്ട് പോകാതെ രക്ഷിച്ചില്ലേ? ആ ബണ്ടിയും അവന്റെ പിടിയിൽ നിന്ന് മോൻ രക്ഷിച്ചില്ലേ? വരൂ മോനെ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ഞാൻ നിനക്ക് സ്റ്റുഡൻസ് ഓഫ് ദ വീക്കിന്റെ ട്രോഫി തരാൻ പോവുകയാണ്. ഇല്ല 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 ഇല്ല. മാഡ് മാക്സ്. ഈ പ്രാവശ്യം ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റോബോട്ടിനെ കണ്ടെത്തും. എന്നിട്ട് ആ വീറിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. ഇനി വീറിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ബോസ് ബോസ്, എന്താ സംഭവിച്ചത് ബോസ്? രക്ഷിക്കണേ ബോസ്, രക്ഷിക്കണേ. എടാ മണ്ടാട്ടി പറ്റോ, നീ എന്തായി ചെയ്തത്? എന്റെ അധ്വാനം മുഴുവൻ നീ ഇല്ലാതാക്കിയില്ലടാ. ബോസ്, എനിക്ക് എന്താ പറ്റിയത്? ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയെ? എനിക്ക് എന്താ പറ്റിയത് ബോസ്? ബോസ്, എനിക്ക് ഇവനെ കണ്ട പേടി തോന്നുന്നു. ഇവൻ ആരാ? എവിടെന്നാ വന്നത്? നീ ജീനിയസ് ആണ്. ഞാനിപ്പോ വളരെ സന്തോഷത്തിലാണ്. ഞാൻ വിചാരിച്ചത് സാധിച്ചു. ടിംബക്ടുവിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. നിന്നെ വെച്ചാണ് ഇനി ആ വീറിനെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നതാ. ചെന്നിട്ട് വീറിന്റെ കഥ അവസാനിപ്പിക്കും. ഡോക്ടർ പ്രേം സഹായിക്ക് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കൂ. ഞാൻ എത്ര വലിയ സയന്റിസ്റ്റ് ആണെന്ന് നീ അവന് പറഞ്ഞു കൊടുക്കണം. ചെല്ലടാ. ബോസ് പ്ലീസ്, എന്നെ പഴയതുപോലെ മാറ്റിയെടുക്ക്. വീറിന്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ബോസ്? അവൻ ഭയങ്കര ശക്തിശാലിയാണ്. എടാ മണ്ട, നീയും ഇപ്പോ വലിയ ശക്തിശാലിയാണ്. നിന്റെ കയ്യിലും ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. നിന്റെ ആ നാക്കില്ലേ, അത് തന്നെ വലിയൊരു ആയുധമാണ്. എന്താ? എന്റെ നാക്ക് ആയുധമാണെന്നോ? എന്തായി കാണിക്കുന്നത്? ഓക്കേ. ചുൽബുൾ, നീ കളിച്ചോണ്ടിരിക്കേ, ഞാൻ പോയി ചാട്ട് കഴിച്ചിട്ട് വന്നേക്കാം. എടാ എന്റെ പൊന്ന് ചെണ്ടു, നിനക്കിത് എന്താ പറ്റിയത്? അതൊക്കെ പിന്നീട് ഇപ്പൊ കളിക്ക്. ചെണ്ടു നിക്ക്. എന്നാ ഞാനും വരുന്നു. എനിക്കും ചാട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എടാ ചിട്ടു, വാ നമുക്ക് അല്പം ക്യാരറ്റ് കഴിക്കാൻ പോവാം. അല്പം ഈ ചാട്ടൊന്ന് കഴിച്ചു നോക്ക്, എത്ര ടേസ്റ്റിയാന്ന് എടാ നോക്ക്. നീ ഒരല്പം ക്യാരറ്റ് തിന്ന് നോക്ക്. അതിന്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടാകും. വാവ്, എന്റെ വായ്ക്കുള്ളിൽ കപ്പൽ ഓടുകയാണ്. ഓക്കെ ഓക്കെ, ആദ്യം ഞാൻ കുറച്ച് ചാട്ട് കഴിക്കട്ടെ, പിന്നെ ക്യാരറ്റ് കഴിക്കാൻ പോവാം. എടാ ചുൽബുൾ, നിനക്ക് ചാട്ട് വേണമെങ്കിൽ വേറൊരു പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചൂടെ? എന്റെ പ്ലേറ്റ് എന്തിനാ നീ വെറുതെ തട്ടിപ്പറിച്ചത്? ഞാൻ എപ്പോഴാ തട്ടിപ്പറിച്ചത്? എടാ ചിട്ടു, ആവശ്യമില്ലാതെ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ദേ നോക്ക് ചുൽബുൾ, നിന്റെ ഈ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് പോവാ. ആ വേഗം ചെല്ല്. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ചാട്ട് കഴിച്ചോളാം. എന്റെ ചാട്ടെടുക്കാനായോ നീ? അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം.
ഈ ഡിസൈഡ്മെന്റ് എവിടുന്ന് വന്നത്? ഞാൻ എന്ത് ചെയ്യുമ്പോ ഇവൻ ഭയങ്കര അപകടം പിടിച്ചവനാണ് Roboboy suit on. Roboboy suit on. അല്പസമയം മുമ്പ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, നമ്മുടെ സിറ്റിയിൽ 2 ലിസാർഡ് മാൻ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ചാട്ട് ഷോപ്പിൽ നിൽക്കുകയാണ്, ചാട്ട് കഴിക്കുകയാണ്. വേറൊരെണ്ണം റോബോബോയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഞങ്ങളുടെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കൂ. അയ്യോ അയ്യോ രക്ഷിക്കണേ. അയ്യോ അത് ശരി, അപ്പൊ ഇത് നീയാണല്ലേ? വീർ ദ റോബോ ബോയ്, ഇനി നീ എന്താ ചെയ്യുക? യു ആർ ഫിനിഷ്ഡ്. ടിംബക്ടു, അവനെ നശിപ്പിച്ചേക്ക്. അവൻ ഇനിയും ജീവിച്ചിരിക്കരുത്. ഓക്കേ, ഞാൻ വളരെ സന്തോഷത്തിലാണ്. ലേസർ വാൾ ഓൺ. ലേസർ വാൾ ഓൺ. എടാ കള്ള ടിംബക്ടു, നീ എങ്ങോട്ടാണ് ഓടുന്നത്? നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട, എന്നെ വിട്ടത്. വീർ, താങ്ക് യു.
നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു വീർ. നീ ആ ലിസാർഡ് മാനെ ഇവിടെ അടിച്ചു ഓടിച്ചില്ലേ? പക്ഷെ ഒരു ചാറ്റ് കഴിക്കുന്ന ലിസാർഡും നമ്മുടെ സിറ്റിയിൽ കറങ്ങുന്നുണ്ട് മോനെ. എന്നാൽ അത് തീർച്ചയായിട്ടും ചിണ്ടു ആയിരിക്കും അപ്പൂപ്പ. വാ എമിലി, നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എനിക്കറിയാം അത് ചിണ്ടു ആണ്. അവൻ ചാട്ട് കഴിക്കാൻ പോയതായിരിക്കും. ഞാൻ ഈ ലിസാർഡിന്റെ രൂപത്തിൽ എന്താ ചെയ്യുന്നേ? വീർ, ഇവിടെ വലിയൊരു ലിസാർഡ് ഉണ്ടായിരുന്നു, അറിയാമോ? ഞാൻ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചു വിട്ടു. ഞാനും ഒരു ലിസാർഡിനെ അടിച്ചു ഓടിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു ലിസാർഡ് ഉണ്ട്, ഓരോ ചാട്ടുകടയിലും പോയി ചാട്ട് കഴിക്കുന്ന ലിസാർഡ്.